ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പുതിയ മാസ്കുമായിട്ടാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഒന്ന് റൈസും ഒന്ന് വന്നിട്ട് ഹണിയുമാണ്. അപ്പോൾ ഞാൻ ഈ കൊറിയൻ ഒരു ബ്രാൻഡുകാരുടെ ഒരു മാസ്ക് കണ്ടായിരുന്നു. അതിൽ അവർ കൊടുത്തേക്കുന്ന ഇത് വന്നിട്ട് വീക്ക്ലി വൺസ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ റൈസും ഈ തേനുമായിട്ടുള്ള മിക്സ്ചറാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്, പക്ഷേ അതേസമയം നമ്മുടെ ഫേസിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിനാദ്യമായിട്ട് ആവശ്യമായത് ഒരു 1/4 കപ്പ് റൈസ്, അല്ലെങ്കിൽ ഒരു വലിയ 2 സ്പൂൺ റൈസ്. അത് നമ്മൾ വെള്ളത്തിൽ 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകണം. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരു 3 വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ പുതിയ ഫ്രഷ് ആയിട്ടൊരു വെള്ളം ഒഴിച്ചിട്ട് അതിനെ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. എങ്ങനെ? 24 hours. അപ്പോൾ നമ്മൾ തലേ ദിവസം അതിനെ കുതിർത്ത് വയ്ക്കുക. വച്ചതിന് ശേഷം രാവിലെ ആ വെള്ളം നമ്മൾ കളയണ്ട. കാരണം അത് ഞാൻ ഈ പാക്കിലേക്ക് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ആ വെള്ളം നമുക്ക് വേണമെങ്കിൽ ഒരു വാട്ടർ സ്പ്രേയിൽ ഒഴിച്ചിട്ട് നമുക്ക് എപ്പോഴും സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ആ വെള്ളം മാറ്റി വെച്ചിട്ട് ആ കുതിർത്ത അരിയെ നമ്മൾ അരച്ച് എടുക്കുക. അപ്പോൾ അതിലേക്ക് അത്ര വലിയ കട്ടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതായത് എന്താ പറയുക, കൊഴുക്കട്ട പിടിക്കുന്ന മാതിരിയുള്ള ഒരു കട്ടി അങ്ങനെ വരുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. ഇല്ല കുറച്ച് ലൂസായി പോയാലും അതിൽ ടെൻഷൻ വേണ്ട, അതെടുക്കാം. എന്നിട്ട് അതിന് ആ അരച്ച അരിയെ അതിൽ നമ്മൾ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം. ഇത് ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഏതൊരു മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ അന്നേരം സംസാരിക്കാതിരിക്കുക. കാരണം കുറച്ച് ഫ്രീ ആയിട്ട് അത് ഇരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ 5 to 7 minutes. ചിലരുടെ വന്നിട്ട് 5 minutes ആകുമ്പോഴേ അത് ഉണങ്ങി കിട്ടും. അതായത് ഡ്രൈ ഫേസുകാർക്ക് പെട്ടെന്ന് അത് സ്കിന്ന് അബ്സോർബ് ആക്കും. അല്ലാത്തവർക്ക് ഒരു 5 to 7 minutes വേണം. അതിന് ശേഷം കൈ വെള്ളത്തിൽ നനച്ച് നമ്മളെപ്പോഴും ഒരു സ്ക്രബിങ് ചെയ്യുന്നത് പോലെ ചെയ്തങ്ങ് വാഷ് ചെയ്ത് കളയുക. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് അരച്ച് ഞാൻ വച്ചേക്കുന്നതും കൂടെ കാണാം. അപ്പം നേരത്തെ ഞാൻ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തില്ല. അപ്പോൾ അത് എങ്ങനത്തെ കൺസിസ്റ്റൻസി കിട്ടിയെന്നുള്ളത് ഞാൻ കാണിക്കുകയാണ്. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ടല്ലോ. അതായത് ഒരു ദോശമാവിൻ്റെ ഒരു ടെക്സ്ചറിലാണ് ഇത് ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മളെപ്പോഴും തേൻ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഹെയറിനായാലും ഫേസിനായാലും തേൻ ഭയങ്കര നല്ല ഒരു കാര്യമാണ്. നിസ്സാരമായിട്ട് പറഞ്ഞാൽ അതൊരു ഷൈനിങ്ങിനും നല്ലതാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞു ബൗളാണ്. ഈ ബൗളിലേക്ക് ഒരു സ്കൂപ്പ് ആണെങ്കിലും എടുക്കാം. ഇല്ല നമ്മുടെ ഫേസിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് അത് ഇച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൂടെ എടുക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വാട്ടറി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കൊരു ബ്രഷ് വെച്ചിട്ടോ, ഇല്ല നമ്മുടെ അടുത്ത് ബ്രഷ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കൈ വെച്ചിട്ടാണെങ്കിലും നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതേപ്പം ഞാനിങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാനിത് അപ്ലൈ ചെയ്യുവാണ്. ഞാൻ ഫുള്ളായിട്ട് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ഇരിക്കട്ടെ. അന്നേരത്തേക്ക് അത് നമ്മുടെ ഫേസിന് അതെല്ലാം അബ്സോർബ് ആകും. അതിനുശേഷം ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ട് കൈ വെള്ളം ബൗളിലെടുത്തിട്ട് ടവൽ വെച്ചിട്ട്, ചെറിയ കോട്ടൺ ടവൽ വെച്ചിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് നമുക്ക് റബ്ബ് ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ടാപ്പ് വാട്ടറിൽ തന്നെ കൈ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മാതിരി സ്ക്രബ് ചെയ്ത് അങ്ങനെ റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 7 മിനിറ്റിന് ശേഷം തിരിച്ച് ഇടിയിലേക്ക് വരാം. ഓക്കെ, ഞാൻ അതേ വാഷ് ചെയ്തിട്ടുണ്ട്. 7 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വാഷ് ചെയ്തിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, സ്കിൻ നല്ല സ്മൂത്തായിട്ടില്ലേ, ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ മൂക്കിൻ്റെ ആ ഭാഗത്ത് ഓപ്പൺ പോർസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒത്തിരി വൈറ്റ് ഹെഡ്സ് വരാറില്ല. പക്ഷേ എന്നാലും ഇപ്പോൾ ഞാനിത് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ കുറേയൊക്കെ അതിലങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുമാതിരി ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് റിസൾട്ട് എന്നൊന്ന് പറയണം.